PSC വിനേഴ്സ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 085/2024 21 മുതലുള്ള 40 വരെയുള്ള ക്വസ്റ്റ്യനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ പ്രാധാന്യം നൽകിയത് ഏത് മേഖലയ്ക്കാണ്? ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, കാർഷിക മേഖല. 22, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ശില്പി ആര്? ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, ജവഹർലാൽ നെഹ്റു. 23, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നതാര്? കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ അത് റീസെൻ്റായിട്ട് ആരാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇപ്പം ഇതിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്, ശക്തികാന്ത ദാസ്. 24 ഡിലീഷനാണ്. 25, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വത നിരകളിലാണ്? 25 ഓപ്ഷൻ ഡി ആണ് ശരിയുത്തരം വരുന്നത്, കാരക്കോറം. 26, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? 26 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, ഉപദ്വീപീയ പീഠഭൂമി. 27, ചുവടെ കൊടുത്തിരിക്കുന്ന കാവേരി നദിയുടെ പോഷക നദി ഏത്? 27 ഓപ്ഷൻ ബി ആണ്, കബനി. 28, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ? 28 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്, റാഡ്ക്ലിഫ് രേഖ. 29, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം? 29 ഓപ്ഷൻ ബി ആണ്, ഗുജറാത്ത്. 30, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? 30 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം വരുന്നത്, ആനമുടി. 31, കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? 31 ഓപ്ഷൻ സി ആണ്, വിഴിഞ്ഞം ആണ് വരുന്നത്. 32, പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? 32 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, ചാലക്കുടി പുഴയാണ്. പെരിങ്ങൽകുത്ത് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴ. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്. 33, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം? 33ൻ്റേത് ആൻസർ ഓപ്ഷൻ ബി ആണ്, പാമ്പാടും ചോലയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായിട്ട് വരുന്നത്. 34, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി? ഓപ്ഷൻ ബി ആണ്, 34 ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം, MB രാജേഷ് ആണ്. 35, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? 35 ഓപ്ഷൻ സി ആണ്, ശാസ്താംകോട്ട കായൽ. ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. 36, കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? 36 ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്, മംഗളവനം. 36, കണ്ടൽ കാടുകളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം എന്ന് പറയുന്നത് കണ്ടൽ വനമാണ്. 37, കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാഷണൽ പാർക്കുകളുള്ള ജില്ല എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഇടുക്കി. 38, ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരത്തിന് അർഹനായ വിമാനത്താവളം? 38 ഓപ്ഷൻ എ കണ്ണൂർ, ഓപ്ഷൻ ബി കോഴിക്കോട്, ഓപ്ഷൻ സി നെടുമ്പാശ്ശേരി, ഓപ്ഷൻ ഡി തിരുവനന്തപുരം. 38 ഓപ്ഷൻ സി ആണ് ശരിയുത്തരം വരുന്നത്, നെടുമ്പാശ്ശേരി. 39, കേരളത്തിൽ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഏതാണ്? 39 കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായി തിരഞ്ഞെടുത്തത് ഓപ്ഷൻ എ വരുന്നത് മീനങ്ങാടി, ഓപ്ഷൻ ബി അമ്പലവയൽ, ഓപ്ഷൻ സി മേപ്പാടി, ഓപ്ഷൻ ഡി തിരുനെല്ലി. ഓപ്ഷൻ എ ആണ് ശരിയുത്തരം വരുന്നത്, മീനങ്ങാടിയാണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്തത്. 40, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്ററിംഗ് ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം? മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്ററിംഗിൽ ഇന്ത്യയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണെന്നാണ്? ഓപ്ഷൻ ഡി ആണ്, കേരളമാണ് ഒന്നാമതായിട്ട് എത്തിയത്. ഓക്കെ, താങ്ക് യു.